പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഇന്ന് ജൂലൈ മാസം 21 ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് ഓരോരുത്തരോടും ചേർന്ന് ധ്യാനിക്കുവാനും ചിന്തിക്കുവാനുമായി തന്നിരിക്കുന്നതായ വചനം റോമർ 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നമുക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി ദൈവവുമായി സമാധാനത്തിൽ ആയിരിക്കാം. നാം ഓരോരുത്തരും നീതീകരിക്കപ്പെട്ടിരിക്കുന്നത് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴിയാണ്. ആ വിശ്വാസം വഴി പിതാവാം ദൈവത്തിൻ്റെ സമാധാനത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ആയിരിക്കുവാനായിട്ട് അർഹതയുണ്ട് എന്ന് പരിശുദ്ധാത്മാവ് ഇവിടെ വെളിപ്പെടുത്തുന്നു. വീണ്ടും പരിശുദ്ധാത്മാവ് പറയുകയാണ്, നമുക്ക് കൈവന്നിരിക്കുന്നതായ ഈ കൃപയിലേക്ക്, ഇതൊരു കൃപയാണ്, ഈ കൃപയിലേക്ക് യേശു ക്രിസ്തു മൂലം വിശ്വാസത്താൽ നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. അങ്ങനെ ദൈവമഹത്വത്തിൽ പങ്കുചേരാമെന്നുള്ളതായ പ്രത്യാശയിൽ നമുക്ക് അഭിമാനത്തോടെ ആയിരിക്കാമെന്ന് പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എത്ര വലിയ ഭാഗ്യമാണ് നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്നത്. അത് യേശുക്രിസ്തു വഴിയായി, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴിയായി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നതായ വലിയ ദാനമാണ്. ആ കൃപയിലേക്ക്, ദൈവവുമായിട്ടുള്ളതായ സമാധാന ഐക്യത്തിലേക്ക് നാം ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു. ഈ പ്രത്യാശയിൽ നമുക്ക് അഭിമാനിക്കാം എന്നാണ് പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. മാത്രവുമല്ല, നമ്മുടെ കഷ്ടതകളിലും നാം അഭിമാനിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് പറയുകയാണ്. എന്തെന്നാൽ കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു. കർത്താവ് യേശുക്രിസ്തുവെ പ്രതിയുള്ളതായ വിശ്വാസത്തെ പ്രതിയുള്ളതായ സഹനം, ഈ ലോകത്ത് നമുക്ക് നേരിടേണ്ടത് വരുന്നതായ കഷ്ടനഷ്ടങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, ഇതെല്ലാം നമ്മെ സഹനശീലമുള്ളവരായിരിക്കാൻ പഠിപ്പിക്കുമ്പോൾ തന്നെയും ആ സഹനശീലം നമ്മെ ആത്മധൈര്യത്തിലേക്കും, ആ ആത്മധൈര്യം നമ്മിൽ പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. ഇങ്ങനെയുള്ളതായ ഈ പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നതായ പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവ് വഴിയായി നമ്മിലേക്ക് ദൈവസ്നേഹം ചൊരിയപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ എത്രമാത്രം ഭാഗ്യവാന്മാരാണ് നാം ഓരോരുത്തരും എന്ന് ചിന്തിക്കണം. ദൈവത്തിൻ്റെ സമാധാന ഐക്യത്തിലേക്കും ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പങ്കുകാരായി ചേർന്ന് നിൽക്കുവാനും, ദൈവസ്നേഹം ഓരോ നിമിഷവും രുചിച്ചറിയുവാനും തക്കവണ്ണം നമ്മെ ദൈവം യേശുക്രിസ്തു വഴിയായി വിളിച്ച് വേർതിരിക്കുകയും, അങ്ങനെ വിളിച്ചു വേർതിരിക്കപ്പെട്ട നാം ഓരോരുത്തരെയും സഹനശീലത്തിലൂടെ, ആത്മധൈര്യത്തിലൂടെ, പ്രത്യാശ ഉള്ളവരായി ഉയർത്തുകയും, അങ്ങനെ വിശ്വാസത്തിൽ ദൃഢതയുള്ളവരായി ഈ ലോകത്തെ ജീവിതം വിജയകരമായി തീർക്കത്തക്കവണ്ണം നമ്മെ യോഗ്യന്മാരാക്കി തീർക്കുകയും ചെയ്യുന്നു എന്ന് നാം തിരിച്ചറിയണം. നമുക്ക് നൽകപ്പെട്ടതായ ഈ ദൈവിക സ്നേഹത്തിൻ്റെ അനുഭവം
നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് പങ്കുവെച്ച് കൊടുക്കുവാനും പകർന്നു കൊടുക്കുവാനും, അങ്ങനെ ദൈവമഹത്വം എല്ലാവർക്കും ലഭിക്കത്തക്കവണ്ണം പ്രവർത്തിക്കുവാൻ നമുക്കെല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആയതിന് ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവ തിരുനാമം മാത്രം മഹത്വപ്പെടട്ടെ. ആമേൻ.